ഭൂമിയിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നാൽ മനോഹരമായ കാഴ്ചകൾക്ക് പിന്നിൽ മരണം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ചില സ്ഥലങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? അത്തരത്തിൽ ഒരു തെറ്റായ തീരുമാനം പോലും മരണത്തിന് കാരണമായേക്കാവുന്ന ഭൂമിയിലെ ചില സ്ഥലങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ദാനഗിൽ ഡിപ്രഷൻ, എത്യോപ്യ. ഭൂമിയിലെ ഏറ്റവും ചൂടുള്ള ഇടങ്ങളിൽ ഒന്നാണിത്. എത്യോപ്യ, എരിത്രിയ, ജിബൂട്ടി എന്നീ രാജ്യങ്ങൾക്കിടയിലാണ് ഇത് കിടക്കുന്നത്. ഏറ്റവും ചൂടുള്ളത് എന്ന് മാത്രമല്ല, റെക്കോർഡ് ചെയ്യപ്പെട്ടതിൽ വെച്ച് ഏറ്റവും കഠിനമായ കാലാവസ്ഥയുള്ള സ്ഥലവുമാണിത്. വേനൽക്കാലത്ത് ഇവിടെ ചൂട് 50 ഡിഗ്രി സെൽഷ്യസിനും മുകളിൽ പോകാറുണ്ട്. ഡല്ലോൾ പോലുള്ള ഇടങ്ങളിൽ ശരാശരി ചൂട് 34-35 ഡിഗ്രി സെൽഷ്യസാണ്. ഉപ്പുപാടങ്ങളും ഉപ്പ് കട്ട പിടിച്ച് വിണ്ടുകീറിയ തറയും വിഷവാതകങ്ങൾ പുറത്തുവിടുന്ന ആസിഡ് കുളങ്ങളും ഇവിടെ കാണാം. ദാനഗിൽ കാണുമ്പോൾ നമ്മൾ വേറെ ഏതോ ഗ്രഹത്തിലെത്തിയതുപോലെ തോന്നും. ഇതിൻ്റെ ഉപരിതലം ചൊവ്വാഗ്രഹത്തിന് സമാനമാണെന്ന് നാസ പോലും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അഫാർ വംശജർ ഇപ്പോഴും തിളയ്ക്കുന്ന അരുവികൾക്കും അഗ്നിപർവ്വതങ്ങൾക്കുമിടയിൽ ഉപ്പ് ഖനനം ചെയ്ത് ഇവിടെ ജീവിക്കുന്നുണ്ട്. ഇതൊരു സാധാരണ താമസസ്ഥലമല്ല, മറിച്ച് മനുഷ്യവാസം എത്രത്തോളം വെല്ലുവിളിയാകുമെന്ന് കാണിച്ചു തരുന്ന ഇടമാണ്. സ്നേക്ക് ഐലൻഡ്, ബ്രസീൽ. മനുഷ്യർക്ക് പ്രവേശനമില്ലാത്ത പാമ്പുകളുടെ രാജ്യം. ബ്രസീൽ തീരത്ത് നിന്ന് 33 കിലോമീറ്റർ അകലെയാണ് ഈ ഇൽഹാ ദ ക്യുമാദ ഗ്രാൻഡെ അഥവാ സ്നേക്ക് ഐലൻഡ്. ഇവിടെ ആരും താമസിക്കുന്നില്ല, ടൂറിസ്റ്റുകളില്ല, നടപ്പാതകളുമില്ല. കാരണം മനുഷ്യർക്കവിടെ പ്രവേശനമില്ല. ലോകത്തിലെ ഏറ്റവും വിഷമുള്ള പാമ്പുകളിലൊന്നായ ഗോൾഡൻ ലാൻഡ്സ്ഹെഡ് വൈപ്പറുകളുടെ ലോകമാണിത്. ഏകദേശം 43 ഹെക്ടറിനുള്ളിൽ 2000 മുതൽ 4000 വരെ പാമ്പുകളുണ്ടെന്നാണ് കണക്ക്. ഇതിൻ്റെ വിഷം അത്രയ്ക്കും മാരകമാണ്. ശരിയായ ചികിത്സ കിട്ടിയില്ലെങ്കിൽ ശരീരത്തിലെ കോശങ്ങൾ നശിക്കുകയും മരണം സംഭവിക്കുകയും ചെയ്യും. ഗവേഷകർക്ക് മാത്രമാണ് അവിടെ പോകാൻ അനുമതിയുള്ളത്. പണ്ടവിടെ ഒരു ലൈറ്റ് ഹൗസ് കീപ്പറും കുടുംബവും താമസിച്ചിരുന്നെന്നും അവരെ പാമ്പുകൾ കൊന്നു എന്നുമൊക്കെ കഥകളുണ്ട്. പക്ഷേ അതിന് തെളിവുകളൊന്നുമില്ല. ദാനഗിൽ പ്രകൃതിയുടെ ശക്തി കൊണ്ട് പേടിപ്പിക്കുമ്പോൾ സ്നേക്ക് ഐലൻഡിൽ ഓരോ ചുവടും സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ മരണമുറപ്പാണ്. ലേക്ക് നിയോസ്, കാമറൂൺ. ഇതാണ് ഒരു ഗ്രാമത്തെ മുഴുവൻ ശ്വാസം മുട്ടിച്ച നിശബ്ദ തടാകം. 1986 ഓഗസ്റ്റ് 21 രാത്രിയിൽ കാമറൂണിലെ ഒരു ശാന്തമായ താഴ്വരയിൽ 1700-ലധികം മനുഷ്യരും ആയിരക്കണക്കിന് കന്നുകാലികളും പെട്ടെന്ന് മരിച്ചു വീഴുകയായിരുന്നു. പൊട്ടിത്തെറിയോ ഭൂമികുലുക്കമോ ഒന്നും ഉണ്ടായില്ല, വെറും നിശബ്ദത മാത്രം. പിറ്റേന്ന് രാവിലെ ആരും ഉണർന്നില്ല. കാരണം ഇതായിരുന്നു. ലേക്ക് നിയോസ് എന്ന അഗ്നിപർവ്വത തടാകത്തിൻ്റെ അടിത്തട്ടിൽ കെട്ടിക്കിടന്ന ടൺ കണക്കിന് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് പ്രവഹിച്ചു. വായുവിനേക്കാൾ ഭാരമുള്ള മണമില്ലാത്ത ഈ ഗ്യാസ് താഴ്വരയിലേക്ക് ഒഴുകിയിറങ്ങി കണ്ടവരൊക്കെ ശ്വാസം മുട്ടിച്ചു കൊന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നാണിത്. ഇന്നവിടെ ഈ ഗ്യാസ് സുരക്ഷിതമായി പുറത്തുവിടാൻ വലിയ പൈപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 2019 ഇതൊരു പരിധിവരെ സുരക്ഷിതമായി. ഒരു തടാകം സാധാരണ ജീവന്റെ അടയാളമാണ്, പക്ഷേ ഇവിടെ അത് മരണത്തിൻ്റെ മുഖമായിരുന്നു. ഇത് കേട്ട് പേടിച്ചെങ്കിൽ ഇനി പറയാൻ പോകുന്നത് കാൽ കീഴിലെ മണ്ണിടിഞ്ഞ് താഴുന്ന ഒരിടത്തെക്കുറിച്ചാണ്. കവ ഇജേൻ അഗ്നിപർവ്വതം, ഇന്തോനേഷ്യ. രാത്രിയായാൽ ഇന്തോനേഷ്യയിലെ ഈ അഗ്നിപർവ്വതം ഉറങ്ങില്ല. അതായത് അവിടെ ചുവപ്പ് തീയ്ക്ക് പകരം നീല നിറത്തിലുള്ള തീജ്വാലകൾ പടരുന്നത് കാണാം. ഇതൊരു മാന്ത്രിക വിദ്യയൊന്നുമല്ല. സൾഫർ വാതകങ്ങൾ വായുവിൽ തട്ടിക്കത്തുന്നതാണ് ഇതിന് കാരണം. ഇതിൻ്റെ ഉള്ളിലുള്ള തടാകം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആസിഡ് തടാകങ്ങളിലൊന്നാണ്. കാണാൻ ഭംഗിയാണെങ്കിലും ഗ്യാസ് മാസ്ക് ഇല്ലാതെ അവിടെ നിൽക്കാൻ കഴിയില്ല. ശ്വാസകോശത്തിന് വലിയ തകരാറ് സംഭവിക്കും. പക്ഷേ ഈ നരകം പോലത്തെ സ്ഥലത്ത് തൊഴിലാളികൾ ഓരോ ദിവസവും സൾഫർ ശേഖരിക്കാൻ പോകുന്നുണ്ട്. മനോഹരവും അതേസമയം ജീവൻ പണയം വെച്ചുള്ള ഒരു തൊഴിലിടമാണിത്. 2026 വിവരമനുസരിച്ച് സുരക്ഷാ കാരണങ്ങളാൽ ഇവിടേക്കിപ്പോൾ നിയന്ത്രണങ്ങളുണ്ട്. നിങ്ങൾക്ക് ലക്ഷം തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടേക്ക് ജോലിക്ക് പോകുമോ? കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വാലി ഓഫ് ഡെത്ത്, കംചത്ക, റഷ്യ. റഷ്യയിലെ കിക്പിനിച്ച് അഗ്നിപർവ്വതത്തിന് താഴെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പുൽമേടുണ്ട്.
പക്ഷേ ഇതിനെ മരണത്തിൻ്റെ താഴ്വര എന്നാണ് വിളിക്കുന്നത്. ഭൂമിക്കടിയിലെ വിള്ളലിലൂടെ പുറത്തുവരുന്ന ഹൈഡ്രജൻ സൾഫൈഡ്, കാർബൺ ഡയോക്സൈഡ് തുടങ്ങിയ വാതകങ്ങളാണ് ഇതിന് കാരണം. മണമില്ലാത്ത ഈ ഗ്യാസ് ശ്വസിച്ചാൽ പക്ഷികൾ പറക്കുന്നതിനിടയിൽ താഴെ വീഴും, മൃഗങ്ങൾ നടക്കുന്നതിനിടയിൽ മരിക്കും. മനുഷ്യർക്കും മിനിറ്റുകൾക്കുള്ളിൽ ബോധം പോകാം. മഞ്ഞ് വീണ് കിടക്കുന്നതുകൊണ്ട് ഭൂമിയിലെ വിള്ളലുകൾ കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു തെറ്റായ ചുവട് മതി മരണം സംഭവിക്കാൻ. ഇനി നമുക്ക് വിമാനങ്ങളും കപ്പലുകളും അപ്രത്യക്ഷമാകുന്ന കടലിലേക്ക് പോകാം. ബെർമ്യൂഡ ട്രയാങ്കിൾ, അറ്റ്ലാന്റിക് സമുദ്രം. ഇതാണ് ലോകത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായ കടൽ പ്രദേശം. ഫ്ലോറിഡയ്ക്കും പ്യൂർട്ടോറിക്കോയ്ക്കും ബെർമ്യൂഡയ്ക്കും ഇടയിലുള്ള ആ കടൽ പ്രദേശം കേൾക്കുമ്പോൾ ഒരു ടൂറ് പോകാൻ പറ്റിയ സ്വർഗം പോലെ തോന്നും. പക്ഷേ കപ്പൽ യാത്രക്കാരുടെ കഥകളിൽ ഇതിനെ വിളിക്കുന്നത് ബെർമ്യൂഡ ട്രയാങ്കിൾ എന്നാണ്. അനുഭവസമ്പത്തുള്ള നാവികരെ പോലും അമ്പരപ്പിക്കുന്ന ഒരു പേരാണിത്. കഴിഞ്ഞ 100 വർഷത്തിനിടയിൽ ഒരുപാട് കപ്പലുകളും വിമാനങ്ങളും ഒരു സൂചനയും നൽകാതെ ഇവിടെ അപ്രത്യക്ഷമായിട്ടുണ്ട്. പലപ്പോഴും ഒരു അപകട സന്ദേശം SOS പോലും അയക്കാൻ കഴിയാതെ, അവശിഷ്ടങ്ങൾ പോലും അവശേഷിപ്പിക്കാതെ വെറും നിശബ്ദത മാത്രം ബാക്കിയാകുന്നു. ഇതിലെ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് ഫ്ലൈറ്റ് 19. 5 വിമാനങ്ങൾ ഒരുമിച്ച് കാണാതാവുകയും പിന്നീടൊരിക്കലും കണ്ടെത്താൻ കഴിയാതിരിക്കുകയും ചെയ്ത സംഭവം. മനുഷ്യസഹജമായ തെറ്റുകൾ, കടൽക്ഷോഭം, മീഥെയ്ൻ വാതകം പുറത്തുവരുന്നത്, അല്ലെങ്കിൽ ദിശ കാണിക്കുന്ന കോമ്പസിലെ തകരാറുകൾ എന്നിങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ടെന്ന് പറയപ്പെടുന്നു. എങ്കിലും ശാസ്ത്രലോകം പറയുന്നത് മറ്റ് തിരക്കുള്ള കടൽ ഭാഗങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ അസാധാരണമായി ഒന്നും സംഭവിക്കുന്നില്ല എന്നാണ്. നിങ്ങൾ ഈ കഥകളിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്: ബെർമ്യൂഡ ട്രയാങ്കിൾ ഒരുപാട് കപ്പലുകൾ പോകുന്ന, എന്നാൽ ചിലപ്പോഴൊക്കെ പ്രവചിക്കാൻ പറ്റാത്ത രീതിയിൽ പെരുമാറുന്ന ഒരു കടൽ ഭാഗമാണ്. ലേക്ക് നാട്രോൺ, ടാൻസാനിയ. മുകളിൽ നിന്ന് നോക്കിയാൽ ചുവപ്പും വയലറ്റും ഓറഞ്ചും നിറങ്ങളിൽ വേറെ ഏതോ ലോകത്തെ കാഴ്ച പോലെ ലേക്ക് നാട്രോൺ തിളങ്ങുന്നത് കാണാം. പക്ഷേ ഇതൊരിക്കലും സാധാരണ പോലെ നീന്തി തുടിക്കാൻ പറ്റിയ ഒരു തടാകമല്ല. ഇവിടത്തെ വെള്ളത്തിന് 60 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുണ്ട്. കൂടാതെ വല്ലാത്തൊരു ആൽക്കലി സ്വഭാവവുമാണ്. ഇതിലോട്ടോ ഇതിനടുത്തോ വീണ് മരിക്കുന്ന ഏതൊരു പക്ഷിയും മൃഗവും ഉപ്പും മിനറൽസും അടിഞ്ഞുകൂടി സ്വാഭാവികമായി തന്നെ കല്ലുപോലെ ഉറച്ചുപോകും. ഫോട്ടോഗ്രാഫറായ നിക് ബ്രാൻഡ് ഇത്തരത്തിൽ ഉറച്ചുപോയ രൂപങ്ങളുടെ അതിശയിപ്പിക്കുന്ന ചിത്രങ്ങൾ പകർത്തിയിട്ടുണ്ട്. പ്രത്യേകതരം കഴിവുകളുള്ള ലെസർ ഫ്ലെമിംഗോ പക്ഷികൾക്ക് ഇവിടെ വലിയ കുഴപ്പമില്ലാതെ ജീവിക്കാനും വംശവർദ്ധനവ് നടത്താനും കഴിയുമെങ്കിലും മറ്റു മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഈ വെള്ളത്തിൽ അധികനേരം നിൽക്കുന്നത് വലിയ അപകടമാണ്. നൈക്ക ക്രിസ്റ്റൽ ഗുഹ, മെക്സിക്കോ. വടക്കൻ മെക്സിക്കോയിൽ ഭൂമിക്ക് ഏകദേശം 300 മീറ്റർ താഴെയായി മിന്നിത്തിളങ്ങുന്ന ഒരു ഗുഹയുണ്ട്. 11 മീറ്ററിലധികം നീളമുള്ള ഭീമാകാരമായ ക്രിസ്റ്റലുകൾ കണ്ണാടി തൂണുകൾ പോലെ അവിടെ നിൽക്കുന്നത് കാണാം. അതിൻ്റെ ആ തിളക്കം കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. പക്ഷേ അത് കണ്ട് ആരും പറ്റിക്കപ്പെടരുത്. ഇവിടെ ചൂട് 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്, ഒപ്പം ഹ്യൂമിഡിറ്റിയും. പ്രത്യേകതരം കൂളിംഗ് സ്യൂട്ടുകളും മറ്റുപകരണങ്ങളും ഇല്ലാതെ അവിടെ പോയാൽ മിനിറ്റുകൾക്കോ അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിലോ തന്നെ മനുഷ്യർക്ക് ഹീറ്റ് സ്ട്രോക്കും നിർജ്ജലീകരണവും സംഭവിക്കും. അതുകൊണ്ടുതന്നെ സുരക്ഷയും ഈ ക്രിസ്റ്റലുകളുടെ സംരക്ഷണവും കരുതി 2017 മുതൽ ഇത് പൊതുജനങ്ങൾക്കായി അടച്ചിരിക്കുകയാണ്. ഈ സ്ഥലത്ത് അപകടം വരുന്നത് ഏതെങ്കിലും വലിയ ദുരന്തത്തിൽ നിന്നല്ല, മറിച്ച് വേണ്ടത്ര ഒരുക്കങ്ങളില്ലാതെ അവിടത്തെ കഠിനമായ കാലാവസ്ഥയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതുകൊണ്ടാണ്. മൗണ്ട് സിനബോങ്, ഇന്തോനേഷ്യ. സുമാത്ര ദ്വീപിലുള്ള ഈ മൗണ്ട് സിനബോങ് നൂറുകണക്കിന് വർഷങ്ങളായി ശാന്തമായി ഉറങ്ങിക്കിടക്കുകയായിരുന്നു. എന്നാൽ 2010-ൽ ഇത് പെട്ടെന്നുണർന്നു. ചുറ്റുമുള്ള എല്ലാത്തിനെയും ചാരവും അഗ്നിപർവ്വത അവശിഷ്ടങ്ങളും കൊണ്ട് മൂടിക്കളഞ്ഞു. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് സിനബോങ് പൊട്ടിത്തെറിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ കിലോമീറ്ററുകൾക്ക് മുകളിൽ ചാരപ്പുകയും ലാവാ പ്രവാഹവും വന്ന് അടുത്തുള്ള പ്രദേശങ്ങളെ ആകെ ഭീതിയിലാക്കും. കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്കിടയിൽ പലതവണ അവിടത്തെ നാട്ടുകാർക്ക് വീടുപേക്ഷിച്ച് മാറി താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. വീടുകൾ തകരുകയും കൃഷിസ്ഥലങ്ങൾ നശിക്കുകയും ചെയ്തു. ഇതേത് സമയത്തും വീണ്ടും സജീവമാകാൻ സാധ്യതയുണ്ടെന്ന് നിരീക്ഷണം ആവശ്യമാണ്. വലിയ മുന്നറിയിപ്പുകളൊന്നുമില്ലാതെ തന്നെ പ്രകൃതിക്ക് എപ്പോൾ വേണമെങ്കിലും മാറാൻ കഴിയുമെന്ന് സിനബോങ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഡെത്ത് വാലി, USA. കാലിഫോർണിയയിലെ മുജാവെ മരുഭൂമിയിലാണ് ഈ ഡെത്ത് വാലി ഉള്ളത്. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇവിടെയെല്ലാം അതികഠിനമാണ്.
1913 ഇവിടത്തെ ചൂട് 56.7 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയിരുന്നു. അക്കാലത്ത് ഭൂമിയിൽ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ഉയർന്ന ചൂടായിരുന്നു ഇത്. പിന്നീട് ചില സ്ഥലങ്ങളിൽ ഇതിനടുത്തോ ഇതിന് തുല്യമായ ചൂട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കഠിനമായ ചൂടും വായുവിലെ ഈർപ്പമില്ലായ്മയും സൂര്യപ്രകാശത്തിൻ്റെ കാഠിന്യവും ഒക്കെ നമ്മുടെ ശരീരത്തിലെ ഊർജം പെട്ടെന്ന് വലിച്ചെടുക്കും. യാതൊരു ഒരുക്കവുമില്ലാതെ ഇവിടെ ഹൈക്കിങ്ങിന് ഇറങ്ങിയാൽ കയ്യിൽ വെള്ളമുണ്ടെങ്കിൽ പോലും നിങ്ങൾ തളർന്നു വീഴാനും ബോധം കെടാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. ഇതൊന്നും പോരാത്തതിന് ഇവിടെ മറ്റൊരു വിചിത്രമായ കാര്യമുണ്ട്. ഇവിടത്തെ കല്ലുകൾ മണലിലൂടെ തനിയെ നീങ്ങുകയും അവ പോകുന്ന വഴിയിൽ അടയാളങ്ങൾ അവശേഷിപ്പിക്കുകയും ചെയ്യും. നേർത്ത മഞ്ഞുപാളികളും കാറ്റും കാരണമാണ് ഇത് സംഭവിക്കുന്നതെന്ന് പഠനങ്ങൾ പറഞ്ഞാലും ഇപ്പോഴും ഇതൊരു അത്ഭുതമായി തന്നെ തോന്നും. മൗണ്ട് വാഷിംഗ്ടൺ, USA. ഇത് വലിയൊരു മലയൊന്നുമല്ല, പക്ഷേ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വീശുന്ന കാറ്റിവിടെയാണ്. ഒരു മണിക്കൂറിൽ 372 കിലോമീറ്റർ വേഗത്തിലൊക്കെ ഇവിടെ കാറ്റ് വീശിയിട്ടുണ്ട്. അതിനേക്കാൾ കഷ്ടം അവിടത്തെ കാലാവസ്ഥ പെട്ടെന്ന് മാറുമെന്നതാണ്. വെയിലുള്ള സമയം പെട്ടെന്ന് മഞ്ഞുവീഴ്ചയാകും. ചൂട് -40 വരെ താഴാം. നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ ഹൈപ്പോതെർമിയ വന്ന് മരിക്കാൻ സാധ്യതയുണ്ട്. ഇനി മനോഹരമായ ഒരു ദ്വീപിനെക്കുറിച്ച് പറയാം. ഫ്രേസർ ഐലൻഡ്, ഖേഗാരി, ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡ് തീരത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ മണൽ ദ്വീപായ ഫ്രേസർ ഐലൻഡ് ഖേഗാരി സ്ഥിതി ചെയ്യുന്നത്. നീല നിറത്തിലുള്ള തടാകങ്ങളും അനന്തമായി നീണ്ടുനിൽക്കുന്ന വെള്ളമണൽ കടൽത്തീരങ്ങളും കണ്ടാൽ ഇതൊരു സ്വർഗമാണെന്നേ തോന്നൂ. പക്ഷേ ഓസ്ട്രേലിയയിലെ തന്നെ ഏറ്റവും അപകടകരമായ ചില പ്രകൃതി പ്രതിഭാസങ്ങളുടെ കൂടുകൂടിയാണിത്. തീരപ്രദേശങ്ങളിൽ കടലിലെ ശക്തമായ തിരമാലകളും ഒഴുക്കും വല്ലാതെ പീഡിപ്പിക്കും. കടലിലാണെങ്കിൽ ടൈഗർ സ്രാവുകളും മറ്റ് അപകടകാരികളായ മീനുകളും ധാരാളമുണ്ട്. ഇറുക്കാഞ്ചി എന്ന കുഞ്ഞു ജെല്ലിഫിഷുകളെയും ഇവിടെ സൂക്ഷിക്കണം. വലിപ്പത്തിൽ ചെറളാണെങ്കിലും ഇവ കടിച്ചാൽ കഠിനമായ വേദനയും അപസ്മാരവും ഉണ്ടാകാം. ശരിയായ ചികിത്സ കിട്ടിയില്ലെങ്കിൽ അപൂർവമായി മരണം വരെ സംഭവിക്കാം. കൂടാതെ അവിടുത്തെ കാട്ടുനായ്ക്കളായ ഡിങ്കോകളെയും പേടിക്കണം. ഭക്ഷണത്തിനു വേണ്ടിയോ മറ്റോ ഇവ മനുഷ്യരെ ആക്രമിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയ സ്ഥലം ഏതാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയുടെ പാർട്ട് 2 ആവശ്യമാണെങ്കിൽ അതും കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.